അസ്സലാമു അലൈക്കും. ഫൈസി മുന്നിലിരുന്ന് കരയുന്നവനെ നോക്കി ഡോക്ടർ സീറ അലിവോടെ വിളിച്ചു. അറിയാം നിന്റെ ഉള്ളിലെ വേദന എത്രയാണെന്ന്. പക്ഷേ നീ ഇനിയും അവൾക്കൊപ്പമുള്ള ഓർമ്മകളിൽ നിന്നും അവളെ ചതിയിൽ നിന്നും പുറത്ത് കടക്കാതിരുന്നാൽ നിനക്ക് തന്നെയാണ് ഇടാ ദോഷം. ഇങ്ങനെ ഈ നീറുന്ന ചിന്തകളിൽ നിന്നൊന്ന് പുറത്ത് കടക്കണം. അതിനു വേണ്ടിയാണ് ഞാൻ നിന്നെ കാണുമ്പോഴൊക്കെ മറ്റൊരു വിവാഹത്തിന് വേണ്ടി നിർബന്ധിക്കുന്നത്. അത് നമുക്ക് അത്രയും അറിയുന്ന കുട്ടിയായത് കൊണ്ടാടാ. എല്ലാം ശരിയാവും. നഷ്ടപ്പെട്ടു പോയതിനേക്കാൾ മനോഹരമായത് നിനക്ക് പഠിച്ചോൻ തിരിച്ചു തരും. നീ ആർക്കൊരു ദ്രോഹം ചെയ്തിട്ടില്ലല്ലോ. ഫൈസിയെ സമാധാനിപ്പിക്കാനായി സൈറ വീണ്ടും പറഞ്ഞുകൊണ്ടേയിരുന്നു. ഫൈസി തൻ്റെ കൈകൾ കൊണ്ട് നിറഞ്ഞൊഴുകുന്ന കണ്ണുകളെ അമർത്തി തുടച്ചു. നെറ്റിയിലേക്ക് കൈകൾ താങ്ങി പിന്നെയും ഏറെ നേരം ഇരുന്നു. സൈറ അവനെ വെറുതെ നോക്കിയിരുന്നു. അവൾക്ക് അവർക്കൊപ്പം പഠിക്കുന്ന ടൈമിലുള്ള ഫൈസിയെ ഓർമ്മ വന്നു. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ, എന്തിനും ഏതിനും ആർക്കൊപ്പം മുന്നിൽ നിൽക്കുന്നവൻ, അധ്യാപകരുടെ പ്രിയപ്പെട്ട സ്റ്റുഡൻറ്റ്, പെൺകുട്ടികൾക്കെല്ലാം ഏറെ പ്രിയപ്പെട്ടവൻ. പല പെൺകുട്ടികളും അങ്ങോട്ട് പ്രണയം പറഞ്ഞു ചെന്നിട്ട് ആരോടും ഒരിഷ്ടം പറയാതെ ഒഴിഞ്ഞു മാറിപ്പോയവനാണവൻ. അന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പ്രണയവും സ്നേഹവുമെല്ലാം ഞാൻ വിവാഹം കഴിക്കുന്ന പെണ്ണിനുള്ളതാണെന്ന്. അതങ്ങനെ തന്നെ ആയിത്തീരുകയും ചെയ്തു. പക്ഷേ പെണ്ണിൻ്റെ ഉള്ളിൽ അവനോട് ആത്മാർത്ഥത ഒട്ടുമില്ലായിരുന്നു. അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നല്ലോ. സൈറ ചിന്തകളിൽ മുഴുകുമ്പോൾ ഫൈസി അവളെ നോക്കി. സോറി സൈറ, ഞാൻ പെട്ടെന്ന് വല്ലാതെ ഇമോഷണലായിപ്പോയി. അതാണ് എന്തൊക്കെയോ അങ്ങ് പറഞ്ഞു പോയത്. നിനക്ക് ബുദ്ധിമുട്ടായോ? ഇടർച്ചയോടെ പറയുമ്പോൾ വീണ്ടും എന്തിനോ കണ്ണുകൾ നിറയുന്നുണ്ടെന്ന് അവൾക്ക് തോന്നി. എന്താടാ ബുദ്ധിമുട്ടോ? അതും എനിക്കോ? ഒരിക്കലില്ലടാ. നീ എല്ലാം മനസ്സിലിങ്ങനെ കെട്ടിപ്പൂട്ടി വെക്കുന്നത് കൊണ്ടാണ് നിനക്ക് ഇത്രയും സങ്കടം. ആരോടെങ്കിലും ഒന്ന് മനസ്സ് തുറന്ന് സംസാരിച്ചാലേ മനസ്സിന് പകുതി ആശ്വാസമാവും. അല്ല, കേസിൻ്റെ കാര്യം എന്തായി ഫൈസി? നീ അവൾക്ക് ഡൈവേഴ്സ് നോട്ടീസ് അയച്ചില്ലേ? അയച്ചു. അത് കിട്ടിയതോടെ അവളുടെ ഉമ്മയും വാപ്പയും വീണ്ടും എന്നെ കാണാൻ വന്നു. അവൾക്ക് അബദ്ധം പറ്റിയതാണ് പോലും. അവൾ ചെറിയ പ്രായമല്ലേ, ഒരു പ്രാവശ്യത്തെ കൂടി ഞാൻ ക്ഷമിച്ചു കൊടുക്കണമെന്ന്. അവളെ എൻ്റെ ജീവിതത്തിലേക്ക് ഇനിയും കൂട്ടണമെന്ന്. എത്രയും വേഗം നമുക്കവളെ കണ്ടുപിടിക്കാമെന്ന്. 3 മക്കളെ അനാഥരാക്കല്ലേ എന്ന്. ആ മക്കൾക്ക് വേണ്ടിയെങ്കിലും എൻ്റെ മോളോട് ക്ഷമിച്ചു കൊടുക്കണേ എന്നാണ് അവളുടെ ഉമ്മ ഒരു നാണവും മാനവും ഇല്ലാതെ എന്നോട് പറഞ്ഞത്. അത് കേട്ട് ഞാൻ തരിച്ചു നിന്ന് പോയി സൈറ. ഇത്രയൊക്കെ സ്വന്തം മകളെ കാണിച്ചു കൂട്ടിയിട്ടും പിന്നെയും അവളെ എങ്ങനെ അവർക്ക് ന്യായീകരിക്കാൻ കഴിയുമെന്നാണ് ഓരോ നിമിഷവും ഞാൻ ചിന്തിക്കുന്നത് തന്നെ. എന്നിട്ട് എന്ത് പറഞ്ഞു ഫൈസി? ഫൈസിയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് വന്ന ദേഷ്യം അടക്കി പിടിച്ചുകൊണ്ട് സൈറ ചോദിച്ചു. ഞാനൊന്നും പറഞ്ഞില്ല. അതിനൊരു മറുപടി പറയണമെന്ന് എനിക്ക് തോന്നിയില്ല. പക്ഷെ ഞാൻ മറുപടി പറഞ്ഞെങ്കിലും അവളുടെ ആങ്ങള പറഞ്ഞു, 3 മക്കളെ അനാഥരായി പോകരുന്നത് ആഗ്രഹമുണ്ടെങ്കിലേ അത് നിങ്ങളെ മോള് ശ്രദ്ധിക്കേണ്ടിയിരുന്നു എന്ന്. ആദ്യത്തെ പ്രാവശ്യം അളയനെല്ലാം ക്ഷമിച്ചു കൂടെ കൂട്ടിയതല്ലേ. എന്നിട്ട് വീണ്ടും അവളീ കാണിച്ച ചെറ്റത്തരത്തിന് അടിച്ചു കൊല്ലാണ് അവളെ ചെയ്യേണ്ടതെന്ന്. എന്നിട്ട് നിന്നൊരു ഉൾപ്പില്ലാതെ മകളെ ന്യായീകരിക്കല്ല. കേട്ടിട്ട് എനിക്ക് വിറഞ്ഞു കയറി വരുന്നുണ്ട്. മകൾ പുണ്യപ്രവർത്തിക്കൊന്നും പോയതല്ല. അത് നിങ്ങൾ ഓർക്കുന്നത് തന്നെ നല്ലതാണെന്നാണ് അവൻ പറഞ്ഞത്. അതുമാത്രമല്ല, എന്നോട് എത്രയും പെട്ടെന്ന് വേഗം ഒരു വിവാഹം കഴിക്കാനും പറഞ്ഞു. അതും അവരുടെ മുന്നിൽ വെച്ച് തന്നെയാണ്. അവർക്കത് കേട്ട് വല്ലാതെ ദേഷ്യം തോന്നിയെങ്കിലും മറുത്തൊന്നും പറയാൻ നിന്നിട്ടില്ല. അവൻ്റെ അവസ്ഥയും വല്ലാത്തതാണ്. നിനക്കറിയാലോ, അവൻ്റെ വിവാഹം ഉറപ്പിച്ചിരുന്നതാണ്. ഇപ്പോൾ സെഫീന പോയത് അറിഞ്ഞതോടുകൂടി അവർക്കും വല്ലാത്ത നാണക്കേടായി. 6 മാസം കഴിഞ്ഞ് കല്യാണം നടത്താനിരുന്നതാണ്. പെണ്ണിൻ്റെ വീട്ടിൽ നിന്നും അവർ ഈ വിവാഹം വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ്. പക്ഷേ ആ പെൺകുട്ടി ഇവനെ വിവാഹം കഴിക്കുമെന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിലൊക്കെയായിട്ട് ആകെ പ്രശ്നമാണ്. ഈ ഒരു സംഭവത്തോടു കൂടി ആരുടെ ജീവിതത്തിലും ഒരു സമാധാനവും ഇല്ലാതായി. അതുമല്ല, ഇന്ന് പോലീസ് അന്വേഷണം, ഓരോ ദിവസം അവരെ അവിടെ കണ്ടോ ഇവിടെ കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിളിപ്പിക്കലും മടുത്തു പോകും സൈറ ഈ ജീവിതം. ഇപ്പോൾ സെഫീനയുടെ ഉമ്മയും വാപ്പയും ചേർന്ന് ഷംനാദിൻ്റെ ഉമ്മയുടെ പേരിൽ ഹേബിയസ് കോർപ്പസിൽ ഫയൽ ചെയ്തിരിക്കുകയാണ്. ഷംനാദിൻ്റെ ഉമ്മ അവളുടെ മകളെ വീട്ടു തടങ്കലിലാക്കിയിരിക്കുകയാണ് എന്നാണ് അവർ കംപ്ലൈൻറ്റ് കൊടുത്തത്. അവളുടെ ഉമ്മക്ക് വല്ലാത്ത തൊലിക്കെട്ടി തന്നെ. ഒരു പരിധി വരെ അവളുടെ തെറ്റുകൾക്കെല്ലാം വളം വെച്ച് കൊടുത്തതേ അവൾ ഉമ്മയും വാപ്പയും ചേർന്നാണ്. അല്ലെങ്കിൽ ആദ്യം അവൾക്ക് പറ്റിയ തെറ്റ് ന്യായീകരിക്കാതെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതായിരുന്നു. അവരെന്നാണ് അവളെ തെറ്റുകൾക്കൊക്കെ കൂട്ടുനിന്നത്. ഒരു പരിധിവരെ മക്കളെ തെറ്റുകൾക്ക് മാതാപിതാക്കളും കൂട്ടു നിൽക്കുന്നുണ്ട്. എന്നിട്ടിപ്പോൾ ഇനിയും അവളോട് ഞാൻ ക്ഷമിക്കണമെന്ന്, അവളെ തിരികെ കൂട്ടണമെന്ന്. അത്രയും അഭിമാനമില്ലാത്തവനല്ലേ ഈ ഞാൻ.
എൻ്റെ ദുഃഖങ്ങൾ, എൻ്റെ വേദനകൾ ഇന്ന് എനിക്ക് മാത്രമുള്ളതാണ്. നമുക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ചുറ്റിനും പലരും കാണുമെങ്കിലും അവസാനം നമ്മൾ തന്നെ ഒറ്റയ്ക്ക് കാണൂ. വേറെ ആരും കൂടെ ഉണ്ടാവില്ല. ഫൈസി സങ്കടത്തോടെ പറഞ്ഞു. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. സേറാക്കും കണ്ണു നിറഞ്ഞു അവൻ്റെ അവസ്ഥയോർത്ത്. നീ ഏത് ലോകത്ത് പോയി ഒളിച്ചിരുന്നാലും ആർക്കൊക്കെ സുഖിച്ച് ജീവിച്ചാലും ഫൈസിയുടെ ഈ കണ്ണീരിൻ്റെ ശാപം നീ അനുഭവിച്ച് ഈ ഭൂമിയിൽ നിന്ന് നിനക്കൊരു മടക്കമുണ്ടാവും സെഫീന. മിഴികളിൽ നിറഞ്ഞുകൂടിയ കണ്ണുനീർത്തുള്ളികൾ തുടച്ചുകൊണ്ട് സേറ മനമൊരുക്കി സെഫീനയെ ശപിച്ചുപോയി. ചെറിയ മോനെ കിടക്കുന്ന റൂമിലേക്ക് ഫൈസി വരുമ്പോൾ അവൻ നല്ല ഉറക്കത്തിലാണ്. 2 ആഴ്ചയിൽ കൂടുതലായി മരുന്ന് കൊണ്ടുള്ള കളിയാണ്. ഇത്രയൊക്കെ മരുന്ന് കൊടുത്തിട്ടും അവൻ്റെ അസുഖം കുറയുന്നില്ല. അതാണ് ഫൈസിക്ക് സങ്കടം. ഹോസ്പിറ്റലിൽ ഫാസിലയും ഉപ്പയും മക്കളും ഫൈസിയുടെ മക്കളും ഒക്കെയുണ്ട്. അന്ന് ഫൈസി വഴക്ക് പറഞ്ഞു പോയതിൽ പിന്നെ ഫാസില ഇപ്പോഴാണ് വരുന്നത്. ഫൈസി വന്ന് മോൻ്റെ അരികിലേക്കിരുന്നു. അവൻ്റെ മുടിയിലൂടെ വിരലുകൾ ഓടിച്ചു. മൂത്ത മകൻ ചെറിയ മോനെ തന്നെ നോക്കി അടുത്തിരിപ്പുന്നുണ്ട്. അവനിപ്പോൾ ആരോടും തീരെ സംസാരിക്കാറില്ല. ഫൈസി അവനെയും അടുത്തേക്ക് വിളിച്ചു ചേർത്തിരുത്തി. മക്കൾ 3 ആകെ മെലിഞ്ഞുപോയി. കണ്ണൊക്കെ കുഴിഞ്ഞ് കവിളൊക്കെ ഒട്ടി കോലി പോലെയായി അവനുടെ രൂപം. മുറിയിൽ കനത്ത നിശബ്ദത കനക്കുമ്പോൾ അവിടേക്ക് ഡോർ തുറന്നുകൊണ്ട് ഒരു ചിരിയോടെ ഡോക്ടർ സേറയും വന്നു. സേറാക്ക് തൊട്ടുപിറകിലായി ഫൈസിയുടെ വാപ്പയും കയറി വന്നു. ചായ വാങ്ങാൻ പോയിട്ട് വന്നതാണ് അദ്ദേഹം. ഫാസിലയോട് കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നതിനിടയിൽ അവനെ ഒന്നുകൂടി പരിശോധിക്കുക കൂടി ചെയ്തവർ. ഫാസില, നീ ഒരു പെൺകുട്ടിയുടെ കാര്യം പറഞ്ഞിരുന്നില്ലോ ഫൈസിക്ക് വേണ്ടി. നമുക്ക് എന്തായാലും ആ കുട്ടിയെ ഒന്ന് പോയി കാണണം. 2-3 ദിവസത്തിനിടയിൽ മോനെ നമുക്ക് ഇവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് അവനും കൂടെ ഓക്കെ ആയിട്ട് നമുക്കൊന്ന് പോയി ആ പെൺകുട്ടിയെ കണ്ടുവരാം. നീ എന്തായാലും അവരെ വീട്ടിലൊന്ന് പറഞ്ഞേക്ക്. ഏറെ പറയുന്നത് കേട്ട് ഒരു അന്താളിപ്പോടെ ഫാസില അവളെ നോക്കി. ഇക്കാക്ക സമ്മതിച്ചോ എന്നൊരു ചോദ്യമായിരുന്നു അവളുടെ മുഖത്ത്. സേറക്കത് മനസ്സിലായി. നീ ഇങ്ങനെ അന്തം വിടുകയൊന്നും വേണ്ട, അവൻ സമ്മതിക്കും. നമുക്കൊന്ന് പോയി കണ്ടു നോക്കുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ. എന്തായാലും ഞാനും വരുന്നുണ്ട് നിങ്ങളുടെ കൂടെ. സൈറ പറഞ്ഞു കഴിയുമ്പോഴും ഫാസിലയുടെ നോട്ടം അവളുടെ ഇക്കാക്കാൻ്റെ മുഖത്ത് തന്നെയായിരുന്നു. എപ്പോഴത്തെയും പോലെ വഴക്ക് പറയുമോ എന്നൊരു ഭയം അവൾക്കുള്ളിൽ നിറഞ്ഞു. പക്ഷെ ഫൈസി മറുത്ത് അക്ഷരം പറഞ്ഞില്ല. കണ്ണുകളടച്ച് മക്കളെ ചേർത്ത് പിടിച്ച് കിടക്കുകയായിരുന്നു. അപ്പോഴും ഫാസിലാക്ക് വല്ലാത്തൊരു ആശ്വാസം തോന്നി. എതിർത്ത് പറഞ്ഞില്ലല്ലോ, അത് തന്നെ സമാധാനം. വാപ്പാ, എന്തിനാ ഉമ്മ അങ്ങനെയൊക്കെ പറയുന്നത്? അവളെ ഇവിടുത്തെ ജോലിക്കാരിയായിട്ടാണോ ഞങ്ങൾ കണ്ടിട്ടുള്ളത്? ഒന്നല്ലെങ്കിൽ തന്നെ വാപ്പ മാസാമാസം അവളുടെ മകളുടെ അക്കൗണ്ടിലേക്ക് നല്ലൊരു തുക ഇടുന്നില്ലേ? ഇന്ന് വരെ നമ്മൾ ആരെങ്കിലും അവളോട് മോശമായി സംസാരിച്ചിട്ടുണ്ടോ? അവളെ മകളെ മാറ്റി നിർത്തിയിട്ടുണ്ടോ? ഒന്നും ചെയ്തിട്ടില്ലല്ലോ. പിന്നെ ഇപ്പോൾ അവൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഇനി കല്യാണത്തിന് അവളെ നിർബന്ധിച്ച് നമ്മൾ എന്തിനാണ് സമ്മതിപ്പിക്കുന്നത്? അവളുടെ ജീവിതമല്ലേ, അവളുടെ ഇഷ്ടം, അവളെ തിരഞ്ഞെടുക്കട്ടെ. എന്തിനാണ് അവളെ നിർബന്ധിക്കാൻ വാപ്പ നമ്മളോട് പറയുന്നത്? ആലിയാക്കൊരു വിവാഹാലോചന വന്നതും അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി വിവാഹത്തിന് സമ്മതിക്കണമെന്നും വാപ്പ പറഞ്ഞ കാര്യം മക്കളോടും മരുമക്കളോടും പറയുകയായിരുന്നു ആലിയയുടെ മാമി റാഹില. നിങ്ങളാരും അവളെ വേലക്കാരിയായിട്ടാണ് കാണുന്നതെന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തിയതൊന്നുമല്ല വാപ്പ. ആലിയെ, അവൾ നിങ്ങളെക്കാൾ ചെറിയ കുട്ടിയാണ്. നിങ്ങളെ വാപ്പാൻ്റെ പെങ്ങളെ മോളാണ്. അപ്പോൾ വാപ്പാക്ക് എന്തെങ്കിലും പറ്റിപ്പോയാൽ നമ്മൾ ആരെങ്കിലും അവളെ നോക്കുമോ എന്ന കാര്യത്തിൽ വാപ്പാക്ക് നല്ല ഭയമുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി സമ്മതിപ്പിക്കാൻ വാപ്പ നമ്മളോട് കൂടി ആവശ്യപ്പെട്ടത്. ബാസ്യത്തെ വിളിച്ചപ്പോഴും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവളെ ഇവിടെ നിർത്തിക്കളയരുത്, അവളെ ജീവിതം കളയരുത് എന്നൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് അവന് പ്രത്യേകം പറഞ്ഞു. നിങ്ങൾക്ക് ഞാനിപ്പോൾ വന്നത് ഇഷ്ടമായില്ലെങ്കിൽ നിങ്ങൾ അവളെ കല്യാണത്തിന് നിർബന്ധിക്കുകയൊന്നും വേണ്ട. പക്ഷെ ഓരോന്നും പറഞ്ഞ് അവളെ കുറച്ചുകൂടി പേടിപ്പെടുത്തരുത്. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അറിയാലോ, നിങ്ങളോളം പ്രിയപ്പെട്ടതാണ് വാപ്പാക്ക് അവളും. അവളുടെ ജീവിതത്തിൽ നല്ലൊരു കാര്യം സംഭവിക്കാൻ പോകുമ്പോൾ അതിന് തടയിടാനായി നിങ്ങൾ ശ്രമിക്കണ്ട. എനിക്ക് അത്രമാത്രമേ പറയാനുള്ളൂ. മക്കളോടും മരുമക്കളോടും കൂടി അല്പം കടുപ്പത്തിൽ താക്കീതോടെ പറഞ്ഞുകൊണ്ട് റൂമിൽ നിന്നും അവർ പുറത്തേക്ക് പോയി. ഇക്കാക്ക, ഞാൻ ഇന്ന് ഇക്കാടെ വീട്ടിലേക്ക് പോകും. മോനിപ്പോൾ നല്ല കുറവുണ്ട്. മരുന്ന് ബാക്കിയുള്ളത് കൂടി മുടങ്ങാതെ കൊടുക്കണം. ഉച്ചയ്ക്ക് ഫൈസിക്കും മക്കൾക്കും വാപ്പാക്കും ചോറ് കൊടുത്തു കഴിഞ്ഞ് അവർക്കൊപ്പം കഴിക്കാനൊരു
പ്ലേറ്റും എടുത്ത് വെച്ച് ഇരുന്നു കൊണ്ട് ഫാസിൽ പറഞ്ഞു. അപ്പോൾ 3-4 ദിവസമായി ഹോസ്പിറ്റലിൽ നിന്നും മോനെയും കൊണ്ടുവന്നിട്ട്. ഈ ദിവസങ്ങളിലൊക്കെ മോനെ നോക്കാനായി ഫാസിലയും അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഫാസില ഓരോ കാര്യങ്ങളായി ഫൈസിയോട് ഏൽപ്പിക്കുമ്പോഴും തിരിച്ചു മറുപടിയൊന്നും പറയാതെ അവനിരുന്നു. ഇക്കാക്ക, ഞാൻ ഇക്കാനോട് പറഞ്ഞു ആലിയയുടെ വീട്ടിലേക്ക് പോകുന്ന കാര്യം സംസാരിക്കട്ടെ. നമുക്കും അവർക്കും കൂടി സൗകര്യമുള്ളൊരു ദിവസം അവിടേക്ക് പോയാലോ? അവളെ ഒന്ന് കണ്ടുവരാം ഇക്കാക്ക. നമ്മൾ പോകുന്ന ദിവസം വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട് സെയ്റയും. പറഞ്ഞു കഴിഞ്ഞ് ഫൈസിയുടെ മുഖത്തേക്ക് ആകുലതയോടെ നോക്കിയിരുന്നവൾ. സെയ്റ പറഞ്ഞതിന് ശേഷം പിന്നെ ഇക്കാര്യത്തിൽ ഇതുവരെ എതിർത്തൊരു അഭിപ്രായം പറഞ്ഞിട്ടില്ല. എന്നാൽ സമ്മതമാണെന്നും പറഞ്ഞിട്ടില്ല. ഓരോ നിമിഷം അവനോട് വിവാഹക്കാര്യം സംസാരിക്കുമ്പോൾ നെഞ്ചിനുള്ളിലൊരു പിടപ്പാണ് അവൾക്ക്. ഇനിയും എതിർത്താലോ? നീ ഇനി അവനോട് ചോദിക്കാനൊന്നും നിൽക്കണ്ട ഫാസി. നമുക്കൊന്ന് പോയി കണ്ടു നോക്കാം. നമ്മൾ പോകുന്ന കാര്യം അവരുമായി സംസാരിക്കാൻ മരുമോനോട് പറഞ്ഞോ? ഫൈസി ഒന്നും മിണ്ടാതെ ഇരിക്കുന്നത് കണ്ട് അവരുടെ വാപ്പ മറുപടി പറഞ്ഞു. ഫാസിൽ അപ്പോഴും ഫൈസിയുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു. ഇതിലും കഷ്ടമാണ് ആ പെണ്ണിൻ്റെ കാര്യം. അതിനെ ഒന്ന് സമ്മതിച്ച് കിട്ടാൻ ഞാൻ എന്ത് ചെയ്യണം പഠിച്ചോനെ? ഒരു ജീവിതം ഉണ്ടാക്കി കൊടുക്കാന്ന് കരുതി ഞാൻ ഈ കിടന്നോടുമ്പോൾ എന്തെങ്കിലും ഒന്ന് കേട്ട ഭാവം ഉണ്ടോ നോക്കിയേ. ചോറ് കഴിക്കുന്നതിനിടയിൽ പറഞ്ഞു. പതിവ് പോലെ കുഞ്ഞിനെ അംഗൻവാടിയിലേക്ക് ആക്കാൻ വന്ന് തിരിച്ചു പോവുകയാണ് ആലിയ. അവൾക്ക് മുന്നിലേക്ക് ഒട്ടും പ്രതീക്ഷിക്കാതെ ഫാസില നടന്നു വരുന്നത് കണ്ടു. പെട്ടെന്ന് മുഖം തിരിച്ചറിഞ്ഞവൾ തിടുക്കത്തിൽ നടന്നു പോകാൻ ശ്രമിക്കുമ്പോൾ ഫാസില ഓടി അവളുടെ അടുത്തേക്ക് വന്നു. ആലി! അടുത്തേക്ക് വന്നെങ്കിലും ഒരൽപ്പം നീട്ടി തന്നെ അവളുടെ പേരെടുത്ത് വിളിച്ചു. ആലിയ മനസ്സില്ലാ മനസ്സോടെ തിരിഞ്ഞു നിന്നു. ഫാസിലാലിയെ നോക്കിയൊന്ന് ചിരിക്കാൻ ശ്രമിക്കുമ്പോൾ ഉള്ളിലൊരു കുഞ്ഞ് നോവ് ഉടലെടുത്തു. അവളുടെ മുഖത്ത് തെളിഞ്ഞു കണ്ട അപരിചിതത്വം കണ്ടിട്ടും കാണാത്ത പോലെ അരികിൽ നിന്നും ഓടി മറിയാൻ ശ്രമിക്കുന്നത് പോലെ ആലിയയുടെ ആ നീക്കം ഫാസിലയുടെ ഉള്ളിൽ പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു വേദന നിറച്ചു. നീ എന്താ ആലി ഇപ്പോൾ എന്നെ കാണുമ്പോൾ ഒഴിഞ്ഞു മാറി നടക്കുന്നത്? ഇപ്പോൾ കുറച്ചേറെ ദിവസങ്ങളായി എന്നെ കാണാതെ നടക്കാൻ വേണ്ടിയാണോ നീ മോനെയും കൊണ്ട് പതിവിൽ നേരത്തെയോ അല്ലെങ്കിൽ ഒരുപാട് താമസിച്ചൊക്കെ വന്നു പോകുന്നത്? ആലിയയുടെ കയ്യിലേക്ക് പിടുത്തമിട്ടുകൊണ്ട് ഫാസില അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു. ആലിയ ഫാസിലയുടെ നോട്ടം നേരിടാൻ കഴിയാതെ കണ്ണുകൾ താഴ്ത്തിക്കളഞ്ഞു. ഞാൻ എന്നൊരു വിവാഹാലോചനയുടെ കാര്യം നിന്നോട് പറഞ്ഞതുകൊണ്ടാണോ നീ എന്നെ ഇങ്ങനെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നത്? എത്ര വർഷമായി നമ്മൾ കാണാൻ തുടങ്ങിയതാണ്. എന്നിട്ട് ഈ ഒരൊറ്റ കാര്യത്തിൻ്റെ പേരിൽ ഈ എന്നെ എത്രമാത്രം അവഗണിക്കുന്നുണ്ടെന്ന് അറിയാമോ? നിനക്കപ്പോൾ എന്നോട് സ്നേഹമൊന്നും ഇല്ലല്ലോ അല്ലേ ആലി? കണ്ട നാൾ മുതൽ ഞാൻ നിന്നെ ഒരു അനിയത്തിയായിട്ടാണ് മനസ്സിൽ കരുതിയിട്ടുള്ളത്. നിനക്ക് താല്പര്യമെങ്കിലും വേണ്ട, ഞാൻ നിന്നെ നിർബന്ധിക്കൂല. ആലി, നീ എന്നെ കണ്ടിട്ടും കാണാത്തതുപോലെ ഓടിപ്പോകാൻ ശ്രമിക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ എന്തോരം വേദന ഉണ്ടായിരുന്നോ? നീ ഭയപ്പെടണ്ട ആലി. നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ നിർബന്ധിക്കുന്നില്ല. എൻ്റെ ഇക്കാക്കൊരു പെണ്ണിനെ കിട്ടാൻ പാടൊന്നുമില്ല. പക്ഷെ 3 മക്കൾ, ആ മക്കളെ ഓർത്തിട്ടാണ് ഞാൻ കൂടുതൽ വേദനിക്കുന്നത്. എൻ്റെ ഇക്കാക്കയും നിന്നെപ്പോലൊരു നല്ല പെൺകുട്ടിയെ തന്നെ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നതും ആ കുട്ടികളുടെ കാര്യം ആലോചിച്ചിട്ടാണ്. വല്ലാത്തൊരു കഷ്ടമാണ് ആ മക്കളുടെ അവസ്ഥ. അവരെ സ്നേഹിക്കാനും അവരെ കൂടി അംഗീകരിക്കാനും കൂടി കഴിയുന്ന ഒരു പെണ്ണാകുമ്പോൾ ഞങ്ങൾക്ക് സമാധാനത്തോടെ ഒരു ആലോചന ഇക്കയുടെ മുന്നിലേക്ക് വെക്കാൻ കഴിയും. നിനക്കറിയോ ആലി, ഇതിനു മുമ്പും എൻ്റെ നാത്തൂന് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളൊരു പയ്യനുമായിട്ട് ബന്ധമുണ്ടായിരുന്നതാണ്. എന്നിട്ടും ഇക്കാക്ക ഈ 3 മക്കൾക്ക് വേണ്ടി എല്ലാം ക്ഷമിച്ചുകൊണ്ട് അവളെ തിരിച്ച് ജീവിതത്തിലേക്ക് കൂട്ടിയതാണ്. അന്നെല്ലാ കുറ്റങ്ങളും എൻ്റെ ഉമ്മയുടെ തലയിലാക്കാണ് അവൾ ചാർത്തി കൊടുത്തത്. ഈ ഒന്ന് ഓർത്ത് നോക്കിയേ, ഏതെങ്കിലും ഒരു ആണുങ്ങൾ ഇതുപോലെ എല്ലാം ക്ഷമിച്ചും വീണ്ടും കൂടെ കൂട്ടാൻ മനസ്സ് കാണിക്കോ? എനിക്ക് തോന്നുന്നില്ല എല്ലാവരെ കൊണ്ടും അതിന് കഴിയുമെന്ന്. പക്ഷേ എൻ്റെ ഇക്കാക്ക ക്ഷമിച്ചു കൊടുത്തതാണ് ആ പൊന്നു മക്കൾക്ക് വേണ്ടി. പക്ഷെ അവൾ പിന്നെയും എൻ്റെ ഇക്കാക്കയെ ചതിച്ചു കടന്നു കളഞ്ഞു. 1 വർഷത്തോളം ആകാറായി. എന്നിട്ടും ഇക്കാക്ക ഇതുവരെ ഒരു വിവാഹത്തിന് സമ്മതിച്ചിട്ട് കൂടിയില്ല. വരുന്ന പെൺകുട്ടി എൻ്റെ മക്കളെ നോക്കിയില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും എന്നാണ് ഇക്കാക്ക എപ്പോഴും പറയാറുള്ളത്. പക്ഷെ നീയാണ് എൻ്റെ ഇക്കാക്കയുടെ ജീവിതത്തിലേക്ക് വരുന്നതെങ്കിൽ ആ മക്കളുടെ കാര്യത്തിൽ എനിക്കൊരു തരത്തിലും ആവലാതിയില്ല. നിന്നെ അത്രത്തോളം അറിയാവുന്നത് കൊണ്ടാണ് എൻ്റെ ഇക്കാക്കയുടെ ഭാര്യയായി ഞാൻ നിന്നെ ആഗ്രഹിച്ചു പോയത്. പക്ഷേ ഈ എൻ്റെ ആലോചന കാരണം നിന്നെ കൂടുതൽ മാനസിക സമ്മർദ്ദത്തിലാക്കുകയാണെങ്കിൽ നിന്നോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു ആലി. ഇനി ഈ കാര്യം പറഞ്ഞ് നിന്നെ ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല. നീ ഇനിയും എന്നെ കാണുമ്പോൾ ഭയന്നോടി മാറി നിൽക്കരുത്. പഴയതുപോലെ നീ എന്നോട് മിണ്ടണം കേട്ടോ. അന്വേഷിക്കട്ടെ, വേറെ ഏതെങ്കിലും പെൺകുട്ടിയെ കണ്ടെത്തി വിവാഹം നടത്താം. എങ്കിലും എനിക്ക് ഉറപ്പില്ല ആ കുട്ടികളെ നോക്കാൻ, അവരെ സുരക്ഷിതമായൊരു കൈകളിൽ ഏൽപ്പിക്കാൻ എനിക്ക് കഴിയുമെന്ന്. ആലിയുടെ കൈകളിലെ പിടുത്തം ഒന്ന് മുറുക്കിക്കൊണ്ട്
ദീർഘനിശ്വാസത്തോടെ പറഞ്ഞു നിർത്തി ഫാസില. നിറഞ്ഞു വന്ന കണ്ണുകൾ തുടച്ചുകൊണ്ട് ആലിയയെന്ന് നോക്കിക്കൊണ്ട് ചിരിച്ചു. ഫാസിലയോട് എന്ത് മറുപടി പറയണമെന്നറിയാതെ കുഴങ്ങിപ്പോയിരുന്നു ആലിയ. അവളിൽ നിസ്സഹായത നിറഞ്ഞു. കഴിഞ്ഞു പോയൊരു ദിവസം രാത്രി മാമ അദ്ദേഹത്തിൻ്റെ റൂമിലേക്ക് അവളെ വിളിപ്പിച്ചതും ഈ ആലോചനയെക്കുറിച്ച് പറഞ്ഞതുമൊക്കെ അവളുടെ മനസ്സിലേക്ക് വന്ന് നിറഞ്ഞു. പക്ഷേ വയ്യ, പേടിയാകുന്നു. ഇനിയൊരു വേഷം കെട്ടൽ, ഭാര്യ പദവി, അതിനൊന്നും മനസ്സ് പാകപ്പെടുന്നില്ല. ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും ഭയക്കുമെന്നല്ലേ. താനിന്ന് അങ്ങനെ ഒരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. ഫാസില മുറുകെ പിടിച്ചിരുന്ന കയ്യിലെ പിടുത്തം വിട്ട് തിരിഞ്ഞു നടന്നപ്പോഴാണ് ആലിയ ചിന്തകളിൽ നിന്ന് മുക്തയായത്. ഒരറ്റത്ത് നിന്ന് മറ്റൊരറ്റത്തേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ എത്ര ദിവസമായി പാടുപെടുന്നു. ഒരുവിധമാണ് ഇക്കാക്കിയെ എങ്ങനെയെങ്കിലും സമ്മതിപ്പിച്ചെടുത്തത്. ഇനി എന്തു പറയും എൻ്റെ പഠിച്ചവനെ? എങ്ങനെയാണ് തിരിച്ചു ചെന്ന് ഈ ആലോചന നടക്കൂല എന്ന് പറഞ്ഞത്? ആലിയയെ കടന്ന് മുന്നോട്ട് നടക്കുമ്പോൾ ഓരോന്നൊക്കെ ഓർത്ത് ആകെ കൂടി ഭ്രാന്തി പിടിച്ചു പോയി ഫാസിലാക്ക്. ആലിയ തിരിച്ച് വീട്ടിലെത്തുമ്പോൾ മിശ്രിമോളെ മുറ്റം പിടിച്ചു കൊണ്ടിരിക്കുകയാണ്. സ്കൂളിൽ പോലും പോകാതെ മടി പിടിച്ച് ഇന്ന് വീട്ടിൽ നിന്നത് മുറ്റമടിക്കാനായിരുന്നോ മോളെ? ഉള്ളിക്കിടന്ന് പിടയുമ്പോഴും മോളെ നോക്കിയെന്ന് ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ടവൾ ചോദിച്ചു. ഫാസില മാപ്പ് പറഞ്ഞ് കണ്ണു നിറച്ച് മുന്നിൽ നിന്ന് മറിയുമ്പോൾ ഹൃദയം പിടച്ചു പോയിരുന്നു ആലിയക്ക്. ആരെയും ഇന്ന് വരെ അറിഞ്ഞോ അറിയാതെ വേദനിപ്പിച്ചിട്ടില്ല. ഒരു നോട്ടം കൊണ്ട് പോലും ആരെയും വേദനിപ്പിക്കുന്നത് ഇഷ്ടമല്ല. എന്നോടാണ് അവളിന്ന് കണ്ണു നിറച്ച് മാപ്പ് പറഞ്ഞത്. അവളെ ഞാൻ പറഞ്ഞത് അവളോട് മുറ്റടിക്കണ്ടെന്ന്. അവൾ കേൾക്കണ്ടേ? ആലിയുടെ വാപ്പ പറഞ്ഞതും അവൾ തിരിഞ്ഞു വാപ്പയെ നോക്കി. മുറ്റത്തെ വിറകുപുരിയുടെ അടുത്തൊരു കസേരയിട്ട് അതിൽ ഇരിക്കുകയാണ് അദ്ദേഹം. ആലിയെ കണ്ട് തിരിഞ്ഞൊന്ന് നോക്കിയിട്ട് വീണ്ടും അവൾ തൂക്കാൻ തുടങ്ങി. ആ കുഞ്ഞു മനസ്സിലെ നിറയെ ചിന്തകളായിരുന്നു. ആലിയോട് മാത്രമല്ല, മിസ്രിയ മോളോടും ആലിയയുടെ മാമ സംസാരിച്ചിരിക്കുന്നു. ആലിയയുടെ വാപ്പയും മാമായും വല്യപ്പച്ചി എന്നാണ് മിസ്രിയ മോള് വിളിക്കുന്നത്. എല്ലാ ദിവസവും രാത്രി ആഹാരവും കഴിച്ചു കഴിഞ്ഞ് മിസ്രിയ മോളോട് കുറച്ച് വർത്തമാനം പറഞ്ഞിരിക്കാറുണ്ട് അദ്ദേഹം. വാപ്പയില്ലാത്ത കുട്ടിയാണ്. അവൾക്ക് എപ്പോഴും അതിൽ സങ്കടവും ഉണ്ടായിരുന്നു. പിന്നെ അവളുടെ വാപ്പ ആരായിരുന്നെന്നും അവളുടെ ഉമ്മയോടും അവളോടൊക്കെ ചെയ്ത ക്രൂരതകൾ എന്തൊക്കെയായിരുന്നെന്നും അവളോട് ആലിയ പറഞ്ഞറിഞ്ഞതിന് ശേഷം പിന്നൊരിക്കലും അങ്ങനെ ഒരാൾക്ക് വേണ്ടി അവൾ വാശി പിടിച്ച് കരഞ്ഞിട്ടില്ല. പെങ്ങളെ മോളെയും അവളുടെ മോളെയും ഒരല്ലലുമില്ലാതെ നോക്കുമ്പോഴും എല്ലാ ദിവസവും അവനുമായി സംസാരിക്കാൻ, ആ കുഞ്ഞുമോളുടെ വിശേഷങ്ങൾ അറിയാനൊക്കെ അബ്ബാസ് എന്ന മനുഷ്യൻ സമയം കണ്ടെത്താറുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം അതുപോലെ അവൾക്കൊപ്പം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഉമ്മാക്ക് കൂട്ടിനായി ഒരാളെ കണ്ടെത്തിയിട്ടുണ്ടെന്നും ഉമ്മാക്ക് മാത്രമല്ല മോൾക്ക് വാപ്പായും 3 സഹോദരങ്ങളെ കൂടി അതിലൂടെ കിട്ടുമെന്നൊക്കെ അവളോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തത്. ഉമ്മാക്ക് കല്യാണമാണെന്ന്, എൻ്റെ ഉമ്മയെ വേറൊരാൾ കല്യാണം കഴിക്കാൻ പോവുകയാണെന്ന്, ഉമ്മയും മോളും കൂടി സമ്മതിച്ചാൽ മാത്രമേ അത് നടക്കുകയുള്ളെന്ന്. മിസ്രിയ മോളുടെ ഉമ്മാക്കും ഒരു കൂട്ട് വേണ്ടേ? അവളുടെ കുഞ്ഞു മനസ്സിൽ എപ്പോഴും ആ കാര്യങ്ങൾ അങ്ങനെ നിറഞ്ഞു നിൽക്കും. മോളുടെ ഉമ്മ മാത്രം ഒറ്റയ്ക്ക് എത്ര കാലമാണ് ഇങ്ങനെ കഴിയുക? വല്യപ്പച്ചൻ്റെ കാലം കഴിഞ്ഞാൽ പിന്നെ ആരാ നിങ്ങളെ നോക്കുന്നത്? അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇന്നലെ അവളുമായി അദ്ദേഹം സംസാരിച്ചിരുന്നു. അവളുടെ ഉമ്മാക്കൊരു ജീവിതം ഉണ്ടാകുമ്പോൾ അവൾക്ക് സന്തോഷമാണോ എന്ന് അറിയണമല്ലോ. അതോ അവളുടെ ഉമ്മ അവളെ വിട്ടുപോകുമെന്ന് കരുതി വിഷമമാണോ എന്ന്, എന്താണ് ആ കുഞ്ഞു മനസ്സിലെന്ന് കാര്യങ്ങൾ അറിയണമല്ലോ. പക്ഷെ കാര്യങ്ങൾ അത്രത്തോളം ഗ്രഹിച്ചെടുക്കാനുള്ള പ്രായമൊന്നും അവൾക്കായിട്ടില്ല. എങ്കിലും അവളെല്ലാം അറിയേണ്ടത് അത്യാവശ്യമാണ്. അവൾക്ക് ഇഷ്ടമല്ലെങ്കിൽ പിന്നെ ആലിമോളെ ഒരു വിവാഹത്തിന് ഒരിക്കലും നിർബന്ധിക്കാൻ പോലും കഴിയില്ല. ഈ മോൾക്ക് വേണ്ടിയാണ് അവളുടെ ഉമ്മ ജീവിതം തന്നെ മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പോൾ പിന്നെ മോളെ സങ്കടപ്പെടുത്തിക്കൊണ്ട് അവൾ ഒരിക്കലും മറ്റൊരു ജീവിതം തിരഞ്ഞെടുക്കില്ല. മുറ്റമടിക്കുന്നതിനിടയിൽ അവൾ വീണ്ടും ഉമ്മയുടെ മുഖത്തേക്ക് നോക്കി. മിസ്രി മോളുടെ മുഖത്ത് തെളിയുന്ന പലവിധ ഭാഗങ്ങൾ, ഇടയ്ക്കുള്ള നോട്ടങ്ങൾ. ആലിയക്ക് മനസ്സിലായി അവൾ എന്തൊക്കെയാണ് ചിന്തിക്കുന്നതെന്ന്. അവളോട് മാമായും വാപ്പയും എല്ലാ കാര്യങ്ങളും പറഞ്ഞെന്ന്. ഉമ്മി കല്യാണം കഴിക്കാൻ പോകുമ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് ഇന്നലെ രാത്രി അവൾ എന്നോട് ചോദിച്ചതാണ്. അതിനെന്താ പറയേണ്ടത്? ഉമ്മിക്കിനി കല്യാണം വേണ്ട മോളെ, എനിക്ക് എൻ്റെ പൊന്നുമോൾ മാത്രം മതിയെന്ന് പറഞ്ഞ് കരയുമ്പോൾ അവൾക്ക് സങ്കടം ഉമ്മയില്ലാതെ ആ 3 കുട്ടികളുടെ കാര്യം ഓർത്തായിരുന്നു. വാപ്പയില്ലാത്ത വിഷമം നന്നായിട്ട് അറിയുന്ന മിസ്രിയ മോൾക്ക് ഉമ്മയില്ലാത്ത കുട്ടികളെ ഓർത്ത് സങ്കടം തോന്നിയിരുന്നു. അവരുടെ ഉമ്മ എങ്ങോട്ട് ഓടിപ്പോയെന്ന്. എൻ്റെ വാപ്പ എന്നെ കളഞ്ഞു പോയതുപോലെ. അതോർക്കുമ്പോൾ ഉമ്മയോട് കല്യാണം കഴിക്കാൻ ഇന്നലെ രാത്രി പറഞ്ഞവൾ. പക്ഷെ ഉമ്മയ്ക്ക് ഇഷ്ടമല്ലെന്ന്. എൻ്റെ മോൾക്ക് ഉമ്മയെ പിന്നെ ഇതുപോലെ കിട്ടില്ലെന്ന്.
ഉമ്മാൻ്റെ സ്നേഹം പങ്കുവെക്കപ്പെടുമെന്ന്. പിന്നെ മോൾക്ക് അതെല്ലാം സങ്കടം മാറിയാൽ ഉമ്മിക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന്. ആ കുട്ടികളെയും ഉമ്മിക്ക് വേദനിപ്പിക്കാൻ കഴിയില്ലെന്ന്. നമുക്ക് നമ്മൾ മാത്രം മതി മോളെ എന്ന് പറഞ്ഞ് ഉമ്മി ഭയങ്കര കരച്ചിലായിരുന്നു. പക്ഷേ എനിക്കൊരു വാപ്പയെ കിട്ടുമല്ലോ എന്ന് പറഞ്ഞു വല്യപ്പച്ചി. എന്നെ അവരെ സ്നേഹിക്കുമല്ലോ. എനിക്ക് വാപ്പയും അവർക്ക് ഉമ്മയും എൻ്റെ ഉമ്മക്കൊരു കൂട്ടുമാവും. എല്ലാവർക്കും എല്ലാവരുമാവും. ആലോചിച്ചു കൊണ്ടവൾ ഉമ്മയെ വീണ്ടും ഒന്ന് നോക്കി. ഉമ്മിക്ക് ഈ വിവാഹത്തിന് സമ്മതിച്ചൂടെ? എന്നെ കൂടി ഉമ്മയുടെ കൂടെ കൊണ്ടുപോകാമെന്ന് വല്യപ്പച്ചി പറഞ്ഞല്ലോ. പെട്ടെന്ന് മോളത് മുഖത്തേക്ക് നോക്കി ചോദിക്കുമ്പോൾ തളർന്നു പോയവൻ പിടഞ്ഞുകൊണ്ട് വാപ്പായെ നോക്കി. ഈ വിവാഹാലോചന വന്നത് മുതൽ അവളെ നിർബന്ധിക്കുകയാണ് ആ മനുഷ്യൻ. അവളെയും കുഞ്ഞിനെയും നോക്കാനുള്ള ആരോഗ്യമൊന്നും തനിക്കില്ല. നല്ലൊരു ആലോചനയാണ്. എത്രയൊക്കെ പറഞ്ഞിട്ടും അവൾ അതിലേക്ക് അടുക്കാതെ ഇരിക്കുമ്പോൾ മനസ്സ് നീറിപ്പുകയുന്നുണ്ട് ആ മനുഷ്യനെ. മകളെ വിവാഹം കഴിപ്പിച്ചു വിട്ടിട്ട് ഒരു ദിവസം പോലും സന്തോഷത്തോടെ അവൾ ജീവിച്ചിട്ടില്ല. എന്നും മറ്റുള്ളവരുടെ കാര്യങ്ങളും നോക്കി സ്വന്തമായൊരു ജീവിതമില്ലാതെ ഇങ്ങനെ നിൽക്കുന്ന മകളെ കാണുമ്പോൾ നെഞ്ചുപൊട്ടി കരയാറുണ്ട് ആ പിതാവ്. അവരുടെ നോട്ടങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ മുഖം താഴ്ത്തിക്കൊണ്ട് അകത്തേക്ക് കയറിപ്പോയി കളഞ്ഞവൾ. അവൾക്ക് പിന്നെ കണ്ണുകൾ നിറഞ്ഞു. ഹൃദയത്തിൽ കടുത്ത ഭാരം അനുഭവപ്പെടുന്നത് പോലെ. പഴയതൊന്നും മറക്കാൻ കഴിയുന്നില്ല. പുതിയത് നെഞ്ചോട് ചേർക്കാനും കഴിയില്ല. എല്ലാം സ്വയം അനുഭവിച്ച നോവുകളാണ്. അതിൽ നിന്നും ഇനി എൻ്റെ മനസ്സിനൊരു മടക്കമില്ല. ഇതൊന്നും ആർക്കും പറഞ്ഞാൽ മനസ്സിലായില്ല. ഇനിയും ഞാനൊരു വിഡ്ഢിവേഷം കെട്ടി ആടണോ? എല്ലാവർക്കും അതാണോ ആഗ്രഹം? ആണെങ്കിൽ ആ 3 മക്കൾക്ക് വേണ്ടി, അവരുടെ സന്തോഷങ്ങൾക്ക് വേണ്ടി ഞാൻ ആ വേഷം എടുത്തണിയാൻ തയ്യാറാണ്. മോളെ ആലി, നിന്നെ മാമ വിളിക്കുന്നുണ്ട്. മാമി പറഞ്ഞുകൊണ്ട് അടുത്തേക്ക് വന്നതും നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് അവർക്ക് നേരെ തിരിഞ്ഞവൾ എന്തിനാണെന്നൊരു ചോദ്യത്തോടെ അവരുടെ മുഖത്തേക്ക് നോക്കി. ആ ഫാസിലയുടെ ഹസ്ബൻഡ് വിളിച്ചിരുന്നു. നിന്നെ കാണാൻ ഇന്നോ നാളെയോ ഒക്കെ അവരിങ്ങോട്ട് വന്നോട്ടെ എന്ന്. നീ ഇതുവരെ ഒന്നും പറഞ്ഞില്ലല്ലോ. നിന്നോട് ഒന്നുകൂടി ചോദിച്ചു നോക്കാൻ വിളിക്കുന്നതാവും. എന്തായാലും നീ അങ്ങോട്ട് ചെല്ല്. എന്നിട്ട് നല്ലൊരു തീരുമാനം മാമയോട് പറ. ആ മനുഷ്യൻ്റെ മനസ്സൊന്ന് തണുക്കട്ടെ. നിന്നെയും മോളെ ഓർക്കുമ്പോൾ സമാധാനമില്ല മനസ്സിൽ. നീ നല്ലവരുടെ കൂടെ സന്തോഷത്തോടെ ജീവിച്ചു കണ്ടിട്ട് മരിച്ചാൽ മതിയെന്നാ എപ്പോഴും പറയാറ്. അത് പറഞ്ഞുകൊണ്ടവർ തിരിഞ്ഞു നടക്കുമ്പോൾ വ്യക്തമായൊരു തീരുമാനത്തിലെത്താൻ കഴിയാതെ ചിന്തകളുമായി അവളും പുറകെ നടന്നിരുന്നു. 3 കുട്ടികൾ. അവർ ഒരു ബാധ്യതയായി നിൻ്റെ ജീവിതത്തിൽ മാറുമെന്ന് മോൾക്ക് തോന്നുന്നുണ്ടോ? അതാണോ മോളെ നീ വിവാഹത്തിന് ഞാൻ ഇത്ര നിർബന്ധിച്ചിട്ടും സമ്മതിക്കാത്ത കാരണം? ആലിയയുടെ മാമ അവളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിയ ചോദ്യം ചോദിക്കുമ്പോൾ അവളൊന്ന് ദയനീയമായി അദ്ദേഹത്തെ നോക്കി. ഒരിക്കലുമല്ല മാമ. ആ കുട്ടികളൊരു ബാധ്യതയാകുമോ എന്ന് കരുതിയോ? അവരെ നോക്കാൻ മടിച്ചിട്ടോ? അങ്ങനെയൊന്നുമല്ല. ഒരിക്കലും അങ്ങനെ ഒരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് വന്നിട്ടില്ല. 3 അല്ല 30 അല്ല 300 കുട്ടികളെ നോക്കാനുള്ള കരുണയും സ്നേഹവും വാത്സല്യമൊക്കെ പടച്ചോൻ എൻ്റെ ഹൃദയത്തിൽ തന്നിട്ടുണ്ട്. കണ്ണീരിൽ കുതിർന്ന അവളുടെ വാക്കുകൾക്ക് അദ്ദേഹം കാതോർത്തു. അവളെ വേദനയോടെ നോക്കി നിന്നു. എൻ്റെ മോള്, അവൾക്ക് വേണ്ടിയാ ഞാൻ ഇന്ന് ഓരോ നിമിഷം ജീവിക്കുന്നത്. മാമക്കറിയില്ലല്ലോ. അവൾക്ക് വേണ്ടിയാണ് ഞാൻ എൻ്റെ ആദ്യ ജീവിതം ഉപേക്ഷിച്ച് അവിടെ നിന്ന് ഇറങ്ങി ഓടിയത്. ഞാൻ പോകുന്ന വീട്ടിലെ കുട്ടികളെ നോക്കാൻ എനിക്കൊരു ബുദ്ധിമുട്ടില്ല. പക്ഷേ എൻ്റെ മോളെ അതുപോലെ പരിഗണിക്കാനും സ്നേഹിക്കാനും അവർക്ക് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ അതെനിക്ക് തീരാത്ത നോവായി മാറും മാമ. ആർക്ക് വേണ്ടിയാണോ ഞാൻ എൻ്റെ ജീവിതം ഒഴിഞ്ഞു വെച്ചത്? ആ മോളുടെ സങ്കടം കണ്ട് ഞാൻ പിന്നെ എങ്ങനെയാണ് മുന്നോട്ട് ജീവിക്കുക മാമ? ആലിയ പറയുന്ന ഓരോ വാക്കുകളും അദ്ദേഹം ശ്രദ്ധയോടെ കേട്ടു. വാപ്പ എന്ന വാക്കിനോട് വല്ലാത്ത കൊതിയാണ് അവൾക്ക്. ഒരുപാട് സ്നേഹവും കരുതലും ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ആ കുഞ്ഞു മനസ്സ്. അതുകൊണ്ടാണ് വിവാഹത്തിന് അവൾ എന്നെ നിർബന്ധിക്കുന്നത്. ആ മനുഷ്യനെ അവൾക്ക് നല്ലൊരു വാപ്പാവാൻ കഴിഞ്ഞില്ലെങ്കിൽ അതെനിക്ക് പ്രശ്നമല്ല. പക്ഷേ എൻ്റെ മോളൊരിക്കലും സങ്കടപ്പെടരുത് എന്നെനിക്ക് ആഗ്രഹമുണ്ട്. ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് മാമ ഞാൻ ഈ വിവാഹത്തിന് ഇപ്പോഴും സമ്മതിക്കാൻ മടിക്കുന്നത്. പിന്നെ എൻ്റെ വാപ്പ, ഞാൻ പോയാൽ പിന്നെ എൻ്റെ വാപ്പാക്കാരാ? ഹൃദയവേദനയോടെ ആലിയെ പറഞ്ഞു നിർത്തുമ്പോൾ അവളെ അദ്ദേഹം ചേർത്ത് പിടിച്ചു. മോൾക്കറിയോ, എൻ്റെ സഹോദരങ്ങളിൽ ഏറ്റവും ഇഷ്ടം നിൻ്റെ ഉമ്മയോടായിരുന്നു എനിക്ക്. ചെറുപ്പം മുതലേ സുഖമില്ലാത്ത ആയിരുന്നു മോളുടെ ഉമ്മ. അവളുടെ അവസാന സമയത്തുള്ള ആഗ്രഹമായിരുന്നു നിൻ്റെ വിവാഹം. എല്ലാം എടുപടിന്ന് നടത്തിവിടുമ്പോൾ നിന്നെ വിവാഹം കഴിക്കാൻ വന്നവനെക്കുറിച്ച് കാര്യമായിട്ടൊന്നും അന്വേഷിക്കാൻ പോലും ഞങ്ങൾക്ക് സമയം കിട്ടിയില്ല.
കാണാൻ സുന്ദരൻ, സ്വഭാവം നല്ലതാവുമെന്ന് കരുതി. പക്ഷേ ഇത്രത്തോളം ക്രിമിനലായിട്ടുള്ള ഒരുവനാണെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയാൻ പോലും കഴിഞ്ഞില്ല മോളെ. വിവാഹം കഴിഞ്ഞ് അവനൊപ്പം ജീവിച്ചു തുടങ്ങിയിട്ടും നീ ഞങ്ങളെ ഒന്നും അറിയിച്ചുമില്ല. ഉമ്മയെപ്പോലെ എല്ലാം സഹിക്കുന്ന സ്വഭാവമാണ് നിനക്ക്. നിന്റെ ജീവിതത്തിലെ ദുഃഖം അറിഞ്ഞാൽ നിന്റെ ഉമ്മാക്ക് സഹിക്കാൻ കഴിയില്ല എന്ന് കരുതി മോളെല്ലാം മറച്ചു വെച്ചില്ലേ. ഒടുവിൽ അവളുടെ മരണശേഷം നിന്റെ ജീവിതത്തെക്കുറിച്ച് ഞങ്ങൾ അറിഞ്ഞു കഴിയുമ്പോൾ തകർന്നു പോയത് ഞാനാണ് മോളെ. നല്ലതെന്ന് കരുതി നിനക്ക് കണ്ടുപിടിച്ചു തന്ന ബന്ധം ഇത്രയും ക്രൂരത നിറഞ്ഞ ഒരുവനൊപ്പം എൻ്റെ മോളെങ്ങനെ ജീവിച്ചു എന്നോർക്കുമ്പോൾ ഇന്നും എൻ്റെ നെഞ്ചിലൊരു കൊളുത്തിപ്പിടുത്താണ്. അന്നൊന്നും അറിയാതെ നിൻ്റെ ഉമ്മ മരണപ്പെട്ടെങ്കിലും ഇന്ന് അവളെല്ലാം അറിയുന്നുണ്ടാവും. അവളുടെ പുന്നാരി ഇക്കാക്ക ജീവനോടെ ഇരുന്നിട്ടും അവളുടെ മകൾക്കൊരു നല്ല ജീവിതം ഉണ്ടാക്കി കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല എന്നത് അവളെ എത്രമാത്രം വേദനിപ്പിക്കുന്നുണ്ടാവും. മരിച്ചിട്ട് പോലും അവൾക്കൊരു സമാധാനം കിട്ടാതെ ആവില്ലേ മോളെ. മരിക്കുന്നതിന് മുമ്പ് നീ നല്ലൊരുവനൊപ്പം ജീവിച്ചു തുടങ്ങുന്നത് ഈ മാമാക്ക് കാണണം. എൻ്റെ മോളും കൊച്ചുമോളും സന്തോഷത്തോടെ ജീവിച്ചു കാണണം. എൻ്റെ കാലം കഴിഞ്ഞ് നിങ്ങൾ ആർക്കൊരു ഭാര്യരായി മാറരുത്. അളിയൻ്റെ ആരോഗ്യസ്ഥിതി നിനക്ക് നന്നായിട്ട് അറിയാലോ. മോള് വിവാഹം കഴിഞ്ഞ് പോയാലും വാപ്പായി ഞാൻ നോക്കിക്കോളാം. അതോർത്ത് നീ മനസ്സ് വേദനിപ്പിക്കേണ്ട. ആ 3 മക്കൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അവർക്ക് ഈ അവസ്ഥ വന്നത്? നീ വീട്ടിലെ കുട്ടികളെയും മുതിർന്നവരെയും എല്ലാം നോക്കുന്നില്ലേ? അപ്പോൾ ഇതുപോലെ മോൾക്ക് വരെ പൊന്നുപോലെ നോക്കാനും സ്നേഹിക്കാനും കഴിയും. ഈ ഒരു വിവാഹത്തിലൂടെ മോൾക്ക് പഠിച്ചവന് ഹൈറായത് മാത്രമേ കരുതിയിട്ടുണ്ടാവൂ. നല്ല പയ്യനാണ് മോളെ. ഞാൻ അത്രയും അന്വേഷിച്ചറിഞ്ഞത് കൊണ്ടാണ് മോളെ ഈ വിവാഹത്തിന് മോളെ പിന്നെയും നിർബന്ധിക്കുന്നത്. ഫാസിലയുടെ ഭർത്താവ് വിളിച്ചു കുറച്ച് മുമ്പ് അവർ ഇങ്ങോട്ട് വരുന്ന കാര്യം അന്വേഷിച്ചു. മോൾക്ക് സമ്മതാണോ? അവരോട് ഞാൻ വരാൻ പറയട്ടെ? അവളുടെ മറുപടിക്കായി അദ്ദേഹം ക്ഷമയോടെ കാത്തുനിന്നു. എനിക്ക് സമ്മതമാണ് മാമ. ദീർഘമായ ഒരു നിശ്വാസത്തിന് ശേഷം അവൾ പതുക്കെ പറഞ്ഞു. അപ്പോഴേക്കും ആ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. അദ്ദേഹം അവളെ പൊതിഞ്ഞു പിടിച്ചു. ഒരാശ്വാസത്തിനൊന്നോണം അവളുടെ തലയിൽ കൈകൾ കൊണ്ട് തലോടി. ഇൻഷാ അല്ലാ, ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും.